അടുത്തു വരുന്നത് ശമ ദമാദി സാധന സമ്പത്ത്. ശമം മനോനിഗ്രഹം, മനോനിയന്ത്രണം. ദമം മറ്റിന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഉപരതി ശ്രദ്ധ, തിതിക്ഷ, സമാധാനം, ഇതെല്ലാം അതിൽ വരുന്നു. ശമം ഇന്ദ്രിയ നിഗ്രഹം. ശാസ്ത്രത്തിൽ വിധിയും നിഷേധവുമുണ്ട്. വിധി നിഷേധങ്ങളെക്കുറിച്ചുള്ള വിവേകം ഒരു സാധകനുണ്ടാവണം. വിധി എന്ന് പറയുന്നത് ചെയ്യാമെന്നുള്ളത്, നിഷേധം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല. അതാണ് ശാസ്ത്രജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത് അവിടെയാണ്. എന്താകാം, എന്ത് അരുത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് അരുത് എന്ന് പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിച്ച് ആകാം അനുവദിച്ചിട്ടുള്ളതിൽ മനസ്സിനെ നിർത്തുക. അതാണ് ശമം. ഇന്ദ്രിയ നിരോധം, ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നതാണ്. മനസ്സിന്റെ നിഗ്രഹം എന്ന് പറയുന്നതാണ്. ആകാമെന്ന് പറയുന്ന ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ചിടത്തോളം ആകാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആധ്യാത്മിക സാധനങ്ങൾ. ആധ്യാത്മിക സാധനങ്ങളായി എന്തെല്ലാം ഉണ്ടോ, കർമ്മയോഗം, ഭക്തി, മറ്റ് യോഗാഭ്യാസങ്ങൾ, വേദാന്ത ശ്രവണം, ഗുരുശുശ്രൂഷ തുടങ്ങിയ കാര്യങ്ങളിൽ മനസ്സിനെ നിർത്തുന്നതാണ് ശമം. അപ്പൊ വിപരീതമായതിൽ നിന്നെല്ലാം മനസ്സ് പിന്മാറുന്നു. മനസ്സിനെ ഒന്നിൽ നിന്ന് നമുക്ക് പിന്മാറ്റാൻ പറ്റത്തില്ല. മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിനെക്കുറിച്ച് പറയുന്നു പരാക്രമണം. എന്നുവെച്ചാൽ ബാഹ്യമായി അത് എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു മനസ്സ്. ഒന്നിൽ നിന്ന് മനസ്സിനെ നിരോധിക്കുക അല്ലെങ്കിൽ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറൊന്നിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്നേ ഉള്ളൂ. മനസ്സിനെപ്പോഴും വിഷയം വേണം. വിഷയത്തെ കൂടാതെ മനസ്സിനിരിക്കാൻ പറ്റത്തില്ല. മനസ്സെപ്പോഴും ചലനാത്മകമാണ്. മനസ്സെപ്പോഴും വിഷയോന്മുഖമാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക, നിരോധിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണോ? അത് മനസ്സിനെ എവിടെയെങ്കിലും ഒന്നിൽ ഉറപ്പിക്കുക എന്നേ ഉള്ളൂ അതിനർത്ഥം. അല്ല മനസ്സിനെ പിടിക്കാൻ പോയാലൊന്നും ആർക്കും കിട്ടത്തില്ല. മനസ്സ് അരൂപമാണ്, ബന്ധിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതിനെ ആധ്യാത്മിക സാധനങ്ങളിൽ ഉറപ്പിക്കുക. സാധനങ്ങൾക്ക് വിരുദ്ധമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഉപായം അതാണ്. അതിന് ശാസ്ത്രം, ഗുരു, സാഹചര്യങ്ങൾ, അവന്റെ വാസന ഇതെല്ലാം അനുകൂലമായിരിക്കണം. എന്നാലേ പറ്റും, അല്ലെങ്കിൽ പറ്റത്തില്ല. ഒന്നൊത്തില്ലെങ്കിൽ ബാക്കിയെല്ലാം ഒത്താനും ശരിയാകത്തില്ല. നമ്മളൊരു മഹാഗുരുവിന്റെ സന്നിധിയിൽ ചെന്നു നമ്മുടെ വാസന ശരിയില്ലെങ്കിൽ പ്രയാസമാണ്. ഗുരുവിൽ തന്നെ ദോഷം കാണും. ഗുരുവിനെ തന്നെ നിന്ദിച്ചിട്ട് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകും. വാസന അനുകൂലമായിരിക്കണം. ഗുരുസന്നിധി കൊണ്ട് മാത്രം പറ്റത്തില്ല. ശ്രീബുദ്ധന്റെ അടുത്ത് ചെന്ന് സന്യാസം സ്വീകരിച്ച് ബുദ്ധനോടൊപ്പം വളരെ കാലം കഴിഞ്ഞ ഒരു ശിഷ്യൻ, ബുദ്ധന്റെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംഘത്തിന്റെ നേതൃത്വം വേണം. അദ്ദേഹം തോന്നി ബുദ്ധനേക്കാളും ശ്രേഷ്ഠനാണ് താൻ, അപ്പൊ ഇനി സംഘത്തെ താൻ തന്നെ നയിക്കുക. ബുദ്ധനോട് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു ശരി നീ നയിച്ചോ, പക്ഷെ മറ്റു ശിഷ്യന്മാര് സമ്മതിച്ചില്ല. അപ്പോ പറഞ്ഞു, അപ്പോ വിചാരിച്ചപ്പോ ഇയാളാണ് ഇവരെല്ലാം എനിക്കെതിരെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഇയാളെ തട്ടിക്കഴിഞ്ഞാൽ സംഘം എന്റെ കയ്യിൽ വരും. അത് കഴിഞ്ഞിട്ട് ബുദ്ധനെ കൊല്ലാൻ ശ്രമിച്ചു. ബുദ്ധൻ ധ്യാനത്തിലിരിക്കുമ്പം മേലെന്ന് പാറയെ ഉരുട്ടിയിട്ടു, മതയാനയെ കൊണ്ട് കുത്തി കൊല്ലിക്കാൻ ശ്രമിച്ചു. ഇതാരാണ്? ഒരു ശിഷ്യൻ ചെയ്തതാണ്. അല്ല, നമുക്ക് ജൂഡാസിന്റെ കാര്യം വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പൊ ഗുരുസന്നിധിയിൽ ഒരാള് ശരിയാവുമെന്ന് വിശ്വസിക്കാൻ വഴിയില്ല.
അവന്റെ വാസന അനുകൂലമല്ലെങ്കിൽ ഏത് ദിവ്യ സന്നിധിയിലായാലും ശരി അവന്റെ വാസന തലപൊക്കുകയും വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യും. അതിന് ഈ ആധ്യാത്മിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ വാസന അനുകൂലമായിരിക്കണം. എന്നാലേ അവന് ശരിയായിട്ടുള്ള ശമം, മനോനിഗ്രഹം പറ്റത്തുള്ളൂ. ഗുരുവിന്റെ സാന്നിധ്യം, ഗുരുവിന്റെ ഉപദേശം, ഇതെല്ലാം വേണം. അതുകൊണ്ട് ഭയം ഉണ്ടാവും. ഭയം ഇതിനാവശ്യമാണ്. ഗുരുഭയം അത് വേണം. ആ ഭയം കൊണ്ടെങ്കിൽ അവൻ ബലാത്കാരമായിട്ട് അവൻ മനസ്സിനെ നിയന്ത്രിക്കും, നല്ല വഴിക്ക് നയിക്കും. ശാസ്ത്രത്തിന്റെ സഹായം വേണം. ഗുരുപദേശമാണ് ശാസ്ത്രം. അതിൽ നിന്ന് നന്മ തിന്മകൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നന്മയാണെന്ന് തെറ്റിദ്ധരിച്ച് തിന്മയിൽ പ്രവർത്തിക്കും, ധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച് അധർമ്മത്തിൽ പ്രവർത്തിക്കും. അത് വരാതിരിക്കുന്നതിനുള്ള വിവേകം അത് വേണം. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. മനസ്സ് അതിന്റെ സഹജമായ സ്വഭാവം എന്താണ്? അത് ഏത് പ്രലോഭനങ്ങൾക്കും വഴിപ്പെടും. പ്രലോഭനങ്ങൾ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് മനസ്സിന് വളരെ കുറവാണ്. പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് സാധന അനുഷ്ഠിച്ചാൽ സാധനാ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. പ്രലോഭനങ്ങൾക്ക് വശംവദനായിപ്പോകും. അപ്പൊ അനുകൂലമായ സാഹചര്യം വേണം. അനുകൂലമായ സാഹചര്യങ്ങളിൽ മുഖ്യമാണ് ഗുരുസന്നിധി. അവിടെ ഭയം കാണും. അതാണ് ആശ്രമവും മറ്റും അവിടെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒത്തുവന്നു കഴിയുമ്പോഴാണ് ശമം മനസ്സിൽ ദൃഢമായി വരുന്നത്. ഇന്ദ്രിയ മനോനിഗ്രഹം മനസ്സിൽ ദൃഢമായി വരുന്നത്. അങ്ങനെ മനോനിഗ്രഹം വരുമ്പോൾ മനസ്സ് സാധനങ്ങളിൽ ഉറയ്ക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ ശമം ഉണ്ടാകുന്ന എങ്ങനെ അറിയാം? വേറൊരാളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. സാധനങ്ങളിൽ മനസ്സുറയ്ക്കുന്നുണ്ടോ എന്നാൽ ശമമുണ്ട്. ശമവും ദമവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശമമുള്ള ജീവനിലെ ദമം കാണത്തുള്ളൂ. ദമം എന്ന് പറയുമ്പോൾ മറ്റിന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ബാഹ്യമായ പ്രവൃത്തികൾ, നിഷിദ്ധമായ പ്രവൃത്തികൾ കാരണങ്ങളെ കൊണ്ട് ചെയ്യാതിരിക്കുക. അതാണ് ദമം. പാടില്ല, അരുത് എന്ന് ആചാര്യന്മാർ ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്നത് ചെയ്യാതിരിക്കുക. അതിന് മനസ്സിന് ശമം ഉണ്ടായിരിക്കണം. ശമിക്കണം മനസ്സ്. അപ്പോൾ ഇത് പരസ്പരം ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുണ്ടാവത്തുള്ളൂ. നമുക്ക് കേൾക്കാൻ ആവശ്യമില്ലാത്ത കേൾക്കാതിരിക്കുക പറയുന്നുണ്ട്. പരനിന്ദ കേൾക്കരുത്, സ്വയം പറയരുത്. കേൾക്കുക ശ്രവണേന്ദ്രിയത്തിന്റെ ജോലി, പറയുക വാഗിന്ദ്രിയത്തിന്റെ ജോലി. അസൂയ, മറ്റുള്ളവരെ കുറിച്ച് ദുഷിക്കുന്നത്, സത്തുക്കളെ ദുഷിക്കുന്നത്, അത് നമ്മൾ കേൾക്കാതിരിക്കുക, പറയാതിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുകയും പറയുകയും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് വാഗിന്ദ്രിയത്തിന്റെയും ശ്രവണേന്ദ്രിയത്തിന്റെയും ഒരു നിയന്ത്രണമാണ്. അപ്പോൾ അത് ഒരാൾ ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിന് അനുകൂലമായിരിക്കണം. മനസ്സിലങ്ങനെ ഒരു വിവേകം ഉണ്ടായിരിക്കണം. ഇത് കേൾക്കാനും പറയാനും പാടില്ലാത്തതാണ് എന്നുള്ളൊരു വിവേകം ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അത് കേൾക്കുകയും പറയുകയും ചെയ്യും. ഒരു ഉദാഹരണമായി പറയും. ഇതുപോലെ ഇന്ദ്രിയങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളിൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികളിൽ നിഷിദ്ധമായതിനെ ഒഴിവാക്കുക. ആവശ്യമാധ്യാത്മികമായ ഉന്നതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളെ മാത്രം സ്വീകരിക്കുക. കർശനമായ വിവേകം കൊണ്ടേ പറ്റും. ആ വിവേകത്തിനെയാണ് ഇതിനുവേണ്ടിയുള്ള വിവേകം. നിത്യാനിത്യ വസ്തു വിവേകം മാത്രം പോരാ, ഇതിനുവേണ്ടിയൊരു വിവേകം ആവശ്യമാണ്. ആ വിവേകത്തിനാണ് ശ്രുതിയിൽ ജാഗ്രത എന്ന് പറയുന്നത്. ജാഗ്രത എന്ന് പറയും. ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥം ഉണർന്നിരിക്കുക എന്നാണ്. നമ്മൾ ഉണർന്നിരിക്കുകയാണ്, ബാഹ്യദൃഷ്ടിയോടുകൂടി ഉണർന്നിരിക്കുന്നു. ആന്തരിക ദൃഷ്ടിയോടുകൂടി ഉണർന്നിരിക്കുന്നതാണ് ആത്മീയ സാധന. എല്ലാ മനുഷ്യനും ഭൗതിക
ജീവിതത്തിൽ ബാഹ്യദൃഷ്ടിയോടുകൂടി ഉണർന്നിരിക്കുന്നു. അവിടെ ജാഗ്രതയില്ല. ആന്തരിക ദൃഷ്ടിയോടുകൂടി ഉണർന്നിരിക്കുന്നതാണ് ജാഗ്രത. ആന്തരിക ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ അന്ധകരണത്തെ ആത്മപരിശോധനയിലൂടെ സദാ കണ്ടറിഞ്ഞുകൊണ്ട് ഉണർന്നിരിക്കുക. തന്റെ അന്ധകരണത്തിന്റെ അബദ്ധസഞ്ചാരത്തെ അതിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിനെ ശിക്ഷിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക. ഇതാണ് സാധകന്റെ ജാഗ്രത എന്ന് പറയുന്നത്. അതിന് ആത്മപരിശോധന ആവശ്യമാണ്. ഉണർന്നിരിക്കണം. തന്റെ ഉള്ളിലേക്ക് താൻ നോക്കി. അതാണ് അന്തർമുഖത എന്ന് പറയുന്നത്. തന്റെ ഉള്ളിലേക്ക് താൻ നോക്കി തന്റെ വിചാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ ദോഷമായുള്ള ഇതിനെ ഒഴിവാക്കി നല്ലതിനെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള മനസ്സിന്റെ ഉണർവ്, ആ ജാഗ്രത. ആ ജാഗ്രത കൊണ്ടേ ശമവും ദമവും ഒക്കെ അനുഷ്ഠിക്കാൻ പറ്റും. സാധാരണ മനുഷ്യൻ അത് നോക്കത്തില്ല. ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മൾ ആത്മാവിനെ കാണുമോ? കാണത്തില്ല. കണ്ണടച്ച് നോക്കിയാൽ ഇരുട്ടാണ്. പക്ഷെ മനസ്സുകൊണ്ട് മനസ്സിലേക്ക് നോക്കിയാൽ കാണുന്നത് നമ്മുടെ അന്ധകരണത്തിലെ വൈചിത്ര്യങ്ങളാണ്. നന്മയും തിന്മയും ആണ് നമ്മൾ കാണുന്നത്. അതിൽ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് അതാണ് ആത്മപരിശോധന എന്ന് പറയുന്നത്. അതിൽ തിന്മയെ ഒഴിവാക്കിക്കൊണ്ട് സദ്വാസനകളെ, ശുഭവാസനകളെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം, അതിന് സഹായിക്കുന്ന പ്രജ്ഞ, അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. ആ ജാഗ്രത ഉള്ളവന് മാത്രമേ ഈ ശമവും ദമവും അറിയാനും അതിനെ പ്രായോഗികമാക്കാനും പറ്റും. അല്ലാത്തത് ഏട്ടിലെ പശുവാണ്, അത് പുല്ല് തിന്നത്തില്ല. അതാണ് ശാസ്ത്രത്തെ നിഷേധിക്കുന്നത്. ശാസ്ത്രത്തിൽ നിന്ന് നമ്മളിത് മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ശാസ്ത്രത്തിൽ നിന്നും മോക്ഷം ഉണ്ടാകത്തില്ല. അതാണ് മഹാത്മാക്കൾ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രത്തെ എടുത്ത് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോക്ഷം കിട്ടത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. കാരണം ശാസ്ത്രത്തിലിരിക്കുന്നു, ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ എന്ത് വേണം? ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവന് ആ ജാഗ്രത, അന്തർമുഖത വേണം. അന്തർമുഖതയോടുകൂടി ശാസ്ത്രം അധ്യയനം ചെയ്യണമെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചാണ്. ശാസ്ത്രത്തിൽ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമല്ല. ബ്രഹ്മത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് കൂടുതലൊന്നും പറയാനില്ല. ശാസ്ത്രം പറയുന്നത് മുഴുവൻ എന്തിനെക്കുറിച്ചാണ്? സാധനയെക്കുറിച്ചാണ് പറയുന്നത്. ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉപായങ്ങളെ കുറിച്ചാണ് ശാസ്ത്രം പറയുന്നത് മുഴുവൻ. ആ ഉപായങ്ങളെ തിരിച്ചറിയണമെങ്കിൽ അവന് വിവേകം വേണം, ജാഗ്രത വേണം. അങ്ങനെയുള്ളവനെ ഇതിനെ ശാസ്ത്രത്തിൽ നിന്ന് സ്വാനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ബാഹ്യേന്ദ്രിയവും അന്തരിന്ദ്രിയവും രണ്ടും തന്റെ വശത്താകണം എങ്കിൽ അതിൻ്റെതായ വിഷയങ്ങളിൽ അതിനെ എത്തിക്കണം. അതിൻ്റെതായ വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കണം. ആ വിഷയങ്ങൾ ഇതിനെ രണ്ടിനെയും പ്രവർത്തിപ്പിക്കണം. അതാണ് ശമവും ദമവും. അല്ലെങ്കിൽ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും വിഷയമില്ലാതെ വരും. വിഷയമില്ലാതെ വരുമ്പോൾ അത് ബാഹ്യലോകത്തേക്ക് പോകും. അവിടെയാണ് ആശ്രമത്തിന്റെ ആവശ്യം വരുന്നത്. അവിടെയാണ് പുറം ലോകത്ത് ജീവിച്ചുകൊണ്ട് ശമവും ദമവും ഇന്നത്തെ കാലത്ത് ആർക്കും അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. അനുകൂല സാഹചര്യം ഉണ്ടായാലേ പറ്റും. അല്ലെങ്കിൽ ആ ജന്മസിദ്ധനായിരിക്കും. ഇതെല്ലാം അവരിൽ സഹജമായിരിക്കണം. സാധനാരൂപത്തിലായിരിക്കരുത്, ഇതെല്ലാം സിദ്ധി രൂപത്തിലായിരിക്കണം. അങ്ങനെയുള്ളവർ എവിടെ ജീവിച്ചാലും കുഴപ്പമില്ല. ഏത് അഴുക്ക് തോട്ടിൽ ജീവിച്ചാലും അവരെ അഴുക്ക് ബാധിക്കത്തില്ല. നമ്മളെപ്പോലെയുള്ളവർ അങ്ങനെയാണ്. നമ്മളെയുള്ളവർ എവിടെ നിൽക്കുന്നു അത് നമ്മളെ സ്വാധീനിക്കും. ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ പവിത്രമാകും. മലിനജലത്തിലാണ്, ഓടവെള്ളത്തിലാണ് കുളിക്കുന്നെങ്കിൽ അഴുക്കാകും. കാരണം അതിനുള്ള ആന്തരികമായ യോഗ്യത വന്നിട്ടില്ലാത്ത സാധാരണ ജീവന്മാരാണ്. അത്തരം സാധകന്മാർക്ക് അനുകൂല സാഹചര്യം ആശ്രമങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുടുംബാന്തരീക്ഷത്തിലും പറ്റത്തില്ല. അവിടെയും ലൗകിക ഭൗതിക ചിന്തകൾ എപ്പോഴും മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. ആധ്യാത്മിക അന്തരീക്ഷം വേണം. അന്തരീക്ഷത്തിൽ തന്നെ
ആത്മീയ സ്പന്ദനം ഉണ്ടാവണം. എന്നാലേ മനസ്സിനെ അത് സ്വാധീനിക്കത്തുള്ളൂ. അതിന് മഹാപുരുഷന്മാരുടെ സന്നിധി, മഹാഗുരുക്കന്മാരുടെ സന്നിധിയും ഇത്തരം കേന്ദ്രങ്ങളും ആവശ്യമാണ്. അവിടെ ശമവും ദമവും സ്വീകരിക്കാൻ പറ്റും. ശമം ദമം മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, അതായത് അത് സാധനാ മാർഗത്തിൽ അതിനെ പ്രവർത്തിപ്പിക്കുക. സാധനാ മാർഗത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെയും പരമായ അവസ്ഥയിൽ അതെല്ലാം ജ്ഞാനോന്മുഖമാകുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം. നദി കടക്കുന്നതിന് വള്ളം, നദി കടന്നതിന് ശേഷം നമ്മൾ വള്ളം തോളി വെച്ചുകൊണ്ട് പോകാറില്ല. അപ്പൊ സാധനങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ്. ലക്ഷ്യപ്രാപ്തിക്കാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങളെയെല്ലാം സാധനമാർഗത്തിൽ ഉറപ്പിക്കുന്നത്. ശമം ദമം ഉപരതി എന്ന് പറയും.